ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും വയ്യാതിരുന്നൊരു സമയത്തും എന്നെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കി എടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വീഡിയോ ആണ്. കുറച്ച് അപ്ഡേറ്റ്സിനൊപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പയ്യെ വീട് ഓരോ റൂം വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് അതുപോലെ ലോണ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് ഒരു ഡേ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ ആൻറ്റിബയോട്ടിക്സിലാണ് കേട്ടോ, ഒരു ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷം. പക്ഷേ നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കാതെ സ്ലോലി നമുക്ക് പറ്റുന്ന പോലെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മോട്ടിവേഷനും ഒരു ചെറിയൊരു ഉഷാറ് കിട്ടുമല്ലോ. അപ്പം ഫുള്ളി നമ്മൾ റെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പക്ഷേ ഫുള്ളി നമ്മൾ പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതും നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിൽ പോകാമെന്നുള്ളതാണ്. അപ്പം വീട് എപ്പോഴും ഫുള്ളി പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ ആരോഗ്യമൊക്കെ അനുസരിച്ച് ക്ലീൻ ചെയ്യുക. ഇതാ ഒരു കൗണ്ടർ കണ്ടില്ലേ, എപ്പോഴും മെസ്സി ആവുന്നൊരു കൗണ്ടറാണ്. അപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്യാനുണ്ട്. പക്ഷെ ഞങ്ങൾ ഉച്ച സമയത്ത് അതൊക്കെ പെൻഡിങ് ഉണ്ട്. എന്നാലും ലഞ്ച് പ്രിപ്പറേഷനൊന്നുമില്ല കേട്ടോ, പുറത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിച്ചൊക്കെ വന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ കഴിച്ച് തിരിച്ച് വന്നു. പിന്നെ 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും ചായ കുടിക്കും. പിന്നെ ചിലപ്പം ഞാനൊരു ഫ്രൂട്ട് കഴിക്കലുണ്ട്. കാരണം നമുക്ക് വൈകിട്ട്, അതായത് രാത്രി സമയത്ത് നമുക്കധികം ഫ്രൂട്ട് ചെല്ലുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ നമ്മളുടെ ആ ഒരു പകൽ തന്നെ ഒരു 6 മുന്നേ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. രാത്രിക്ക് ശേഷം നമ്മൾ ഷുഗർ കണ്ടൻറ്റുള്ള ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം എന്നോട് എൻ്റെ ഡയറ്റിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പയ്യെ വളരെ പയ്യെ അതിലോട്ട് തിരിച്ചു വരുന്നുള്ളൂ. ഞാൻ ഒട്ടും തന്നെ എന്നെ പ്രഷറൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ 7:30 ശേഷം കാർബ്സും ഷുഗറും അവോയ്ഡ് ചെയ്യാൻ നോക്കും. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ടോ, ഒരു ജിമ്മിൽ പോകുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞാൽ അവിടെ അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ്സ് വന്നാൽ ആ സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഫ്രിഡ്ജിൽ കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പയ്യെ എൻ്റെ എക്സസൈസ് റുട്ടീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഹോളിഡേയ്സ് ഞാൻ ഒരു 6 to 7 ഇടയിൽ 30 minutes വർക്കൗട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസം ഞാൻ അത് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം മോർണിംഗ് ഒരു ഹറിബറി ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ കഴിക്കുന്ന ഡയറ്റൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കും അതൊരു മോട്ടിവേഷൻ കിട്ടും. കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടിയാൽ അതൊക്കെ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ആ ഒരു ഡൈനിങ്ങിൻ്റെ സൈഡിലുള്ള കൗണ്ടറിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചില ഏരിയാസ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് മെസ്സി ആവുന്ന ഒരു കോർണേഴ്സ്. കാരണം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന കൗണ്ടർ ടോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെസ്സി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എളുപ്പം ടാക്കിൾ ചെയ്യുക. ആ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. ഞാനൊരു ഡെയിലി ബേസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ ബേസിസിൽ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല ജോലിയുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ കൂടുതലും നോക്കുന്നത്. പക്ഷേ കാരണം അത് തീർന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സ്ട്രെസ്സാണ്. അതുകൊണ്ട് പക്ഷെ അത് നല്ലൊരു പരിപാടിയാണെന്ന് വെച്ചാൽ, വീടിൻ്റെ സൈഡിൽ കുറച്ചൊരു ഡിലേ വരും എങ്കിൽ കൂടിയും അത് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ വീട് പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് കൊണ്ട് നടക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ചിലർക്കെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാം. നമ്മളൊരു വർക്കിംഗ് മദറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ മനസ്സിന്. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും, അയ്യോ ഞാൻ ആ കാര്യം ചെയ്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ വർക്കും ഇതും കറക്റ്റ് ചെയ്ത് എനിക്ക് ടൈം കിട്ടുന്നോ ആ ടൈമിന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക.
അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് മാറാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാ മാറാറായിട്ടുണ്ട്. ഫൈനൽ പണികളൊക്കെ നടക്കുകയാണ്, വാർഡ്രോബിൻ്റെയും കേർട്ടൻ്റെയൊക്കെ പണികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മാറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം സമയം കണ്ടെത്തണം എന്ന് തന്നെ വിചാരിക്കുന്നു. അതിങ്ങനെ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്, എനിക്ക് വീട് നല്ല പോലെ ക്ലീനായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കിവിടെ ഒരു പാർട്ട് ടൈം ചേച്ചിയാണ് വരുന്നത്. രാവിലെ കുറച്ച് സമയം വരും. അത് ഡിപ്പെൻസ്, 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ആ ചേച്ചിയുടെ സമയം അനുസരിച്ച് മാറി മാറിയാണ് ആ ചേച്ചി വരുന്നത്. ഇപ്പം 2-3 ദിവസമായിട്ട് ആ ചേച്ചിക്ക് ഒരു അത്യാവശ്യം കാരണം വരുന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും നമുക്ക് പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ ഡീപ്പ് ക്ലീനിങ്, നമ്മൾ മെയിനായിട്ടുള്ള ഏരിയ എങ്ങനെയും ക്ലീനാക്കി വെക്കും, പക്ഷേ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നടക്കുന്നില്ല. അപ്പം ഞാനൊന്നിരുന്ന് ആലോചിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എന്ത് കാര്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്ന് കംപ്ലീറ്റ് ആക്കാനോ നടത്തിയെടുക്കാനോ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടു. കുറച്ച് ഡിഫറെൻറ്റ് ടാസ്ക്കായിട്ട്, അതായത് ബാൽക്കണി, പിന്നെ എൻ്റെ ഒരു മെസ്സി ആയിട്ട് എടുക്കുന്ന ഒരു വാർഡ്രോബിൻ്റെ ഒരു ഡ്രോയർ, അങ്ങനെ പല അപ്പം ഞാൻ അതിങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് എനിക്ക് ചെയ്യേണ്ടത് ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു നേരം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ 30-20 മിനിറ്റ്സിലൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ്. അപ്പം അങ്ങനെ എഴുതി വന്നപ്പോൾ, അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മെസ്സി ആയിട്ടുള്ള ഏരിയാസ് എഴുതാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ഏകദേശം വീടിൻ്റെ എല്ലാ ഏരിയാസും ടച്ച് ചെയ്യുന്ന പോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഓർത്തു പയ്യെ ഓരോ ഏരിയാസും എനിക്ക് പറ്റുന്ന പോലെ സമയം കിട്ടുന്നതനുസരിച്ച് ക്ലീൻ ചെയ്താൽ കുറേശ്ശെ എനിക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഞാനൊരു ക്ലീനിങ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് വീഡിയോക്ക് വേണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്തതല്ല, എൻ്റെ വീട് ക്ലീൻ ആവാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഈ പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം ആ ടാസ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് ടാസ്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാലോ. അങ്ങനെ ആ വീഡിയോ എടുത്തു. അതിനുശേഷം സെക്കൻഡ് ടാസ്ക് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ ആ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ലയോ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ആ ഒരു ടാസ്ക് വന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇതിനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോ, ഒരു ക്ലീനിങ് ചാലഞ്ചായിട്ട് ചെയ്യണോ. പക്ഷെ എനിക്കതൊരു ഉറപ്പില്ല കേട്ടോ, ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോവുമോ, എല്ലാത്തിനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ, അതൊന്നും ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് അതൊരു ചാലഞ്ചായിട്ടും ഒരു സീരീസ് ആയിട്ടും വീഡിയോ ആയിട്ടും അനൗൺസ് ചെയ്യാൻ എനിക്ക് അത്ര ഒരു തോന്നിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ 2 വീഡിയോസ്, അതായത് 2 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടെ ടാസ്ക് നമ്പർ 1 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇനി അത് ഇങ്ങനെ പിന്തുടർന്ന് ഫുൾ ക്ലീനിങ് എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ബട്ട് ഐ വിൽ ട്രൈ. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സോഫാർ കുഴപ്പമില്ല. അപ്പോൾ അത് നന്നായി പോയാൽ എന്തായാലും നമ്മുടെ വീട് കുറച്ചുകൂടി ക്ലീനറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊരു ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം. എന്നിട്ട് പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ആ ലിസ്റ്റിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ഡെയിലി ക്ലീനിങ്ങിൽ അല്ലാതെ നമുക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഒരു 10 ടാസ്ക് എഴുതി വെക്കുക. എന്നിട്ട് ഒരു ദിവസം ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഇന്ന് ഏതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, ഇന്ന് എത്ര സമയമുണ്ട്, ഒരു 15 മിനിറ്റ്സാണ് എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ ആ 15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഏതാണ് നോക്കിയിട്ട് അതങ്ങ് എടുത്ത് ചെയ്യുക. പിന്നെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പഴയൊരു ട്രാക്ക് പാൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും റീയൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ വലിഞ്ഞ് അത്യാവശ്യം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും എനിക്കിങ്ങനെ ഒരു പണിയുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു പീസസ് ആക്കി വെച്ചിട്ട് ഞാൻ നമ്മുടെ ടിഷ്യൂ പോലെ എടുത്ത് വെക്കും. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ക്ലീനിങ്ങിന് ആവശ്യമുണ്ട്, യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പോലെ നമുക്ക് യൂസ് ചെയ്യാം, കിച്ചണിൽ യൂസ് ചെയ്യാം. അവിടെ ഇവിടെയും വരുന്ന പൊടികൾ, പിന്നെ
കുറച്ച് സ്റ്റെയിൻ പിടിക്കുന്ന അഴുക്കുകൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പം ഈ ഒരു കൂട്ടത്തിൽ നിന്ന് അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു പണിയാണ് കേട്ടോ നടക്കുന്നത്. സമയമുള്ളപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ സ്ക്വയർ പീസസ് ഒക്കെ ആക്കി കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെയും കട്ട് ചെയ്തിട്ട് വിടുകയാണ് കേട്ടോ. എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ കുറച്ച് എൻ്റെ ഒരു ദിവസത്തെ കുട്ടി മൊമെൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ജസ്റ്റ് ഒരു റാൻഡം വ്ളോഗായിരുന്നു. അപ്പം അതിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.